ISL മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടം ഇന്ന് കൊച്ചിയിൽ. കന്നിക്കിരീടം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബൂട്ട് കെട്ടുമ്പോൾ രണ്ടാം കിരീടമാണ് കൊൽക്കത്ത ലക്ഷ്യമിടുന്നത്. വൈകിട്ട് 7-ന് നടക്കുന്ന മത്സരത്തിന് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മനു ചേരുകയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. മനു, ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമാണ് ഇനി കലാശ പോരാട്ടത്തിനുള്ളത്. 3 മണിയോടുകൂടി പ്രവേശനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അഞ്ജു, വലിയ ആവേശത്തിലാണ് കൊച്ചി. ഇതാ കാണികൾ ഓരോരുത്തരുടെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ക്യൂ, അതായത് സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകളിലേക്ക് കടക്കാൻ വേണ്ടി വലിയ ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു 60,000-ന് മുകളിൽ കാണികൾ എത്തുമെന്ന് തന്നെയാണ് നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. ISL ഫൈനലിലെ ആദ്യമായി കൊച്ചിയിലെത്തുന്ന ISL ഫൈനലിലെ വലിയ ആവേശത്തോടെയാണ് സ്റ്റേഡിയം കൊച്ചി കേരളം ഒന്നടങ്കം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ പറയാം. വലിയ ആവേശം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രമാത്രമാണ് ഇവിടെ എത്തുന്ന ആളുകളുടെ ഒരു ആരവവും ആവേശം എന്ന് പറയുന്നത്. അഞ്ജുന് ഒരു പക്ഷേ കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതായത് സ്റ്റേഡിയം നിറഞ്ഞ് കവിയുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അത്രമാത്രം ഒരു ആരാധക പിന്തുണയാണ് ISLന്റെ ആദ്യ ഫൈനലിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തെ പിന്തുണച്ചുകൊണ്ട് മഞ്ഞ ജേഴ്സിയും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കൊടിയും തോരണങ്ങളും ഒക്കെ, അങ്ങനെ വലിയ ഒരു ആരാധക കൂട്ടം തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് വലിയൊരു ആരാധക പിന്തുണയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരുപാട് കേരളത്തിൽ വലിയ പിന്തുണ, അതായത് ടിക്കറ്റ് ലഭിക്കാത്തതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ടീമിന്റെ വലിയ ആ ഒരു ടീമിനോടുള്ള സ്നേഹം കൊണ്ട് അതിനെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിൽ വലിയൊരു ആരാധകർ വിവിധ ഗേറ്റ്, ഇത് സ്റ്റേഡിയത്തിന്റെ ഒരു ഗേറ്റിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതുപോലെ എല്ലാ ഗേറ്റിലും ഇതേ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആരാധകരുടെ ഒരു വലിയ പിന്തുണയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപക്ഷേ ടീമിന്റെ 12-ാമൻ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു ഗാലറി തന്നെയായിരിക്കും ഇന്നത്തെയും കരുത്തെന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആരാധകരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ ജനപിന്തുണ എന്ന് തന്നെ പറയാം. കാരണം ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിയും. ടിക്കറ്റുകൾ നേരത്തെ തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 60,000-ന് മുകളിലായിരിക്കും ഇന്നത്തെ ഒരു അംഗസംഖ്യ, ഫുൾ ഹൗസ് എന്ന് പറയുമ്പോൾ. അങ്ങനെ വലിയൊരു ആരാധക പിന്തുണയോടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഫൈനലിന് കളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പൂർണ്ണമായും ആവേശത്തിലാണ് കൊച്ചിയും ഒപ്പം തന്നെ കായിക കേരളം എന്ന് തന്നെ പറയാം. ആദ്യ ബ്ലാസ്റ്റേഴ്സിന് ആരവങ്ങൾ ഉയർത്തി ബ്ലാസ്റ്റേഴ്സിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണികൾ ഇങ്ങോട്ട് ഒഴുകുകയാണെന്ന് തന്നെ പറയാം. ഇന്നലെ വൈകുന്നേരം മുതൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ സ്റ്റേഡിയങ്ങളിലേക്ക് അവർ എത്തുന്നു. പക്ഷേ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വരിവരിയായി നിർത്തി കൃത്യം 3:30-ക്ക് തന്നെ സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകളിലേക്ക് പ്രവേശനം നടത്തുമെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. 6 മണി വരെയാണ് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സമയം. പക്ഷേ 5:30-യോടെ പ്രവേശനം പൂർത്തിയാക്കണമെന്ന രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ VIP-കൾ മത്സരത്തിനായി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അത് സച്ചിൻ വരുന്നു, സൗരവ് ഗാംഗുലി വരുന്നു, അഭിഷേക് ബച്ചൻ, അമിതാഭ് ബച്ചൻ അടക്കമുള്ളവരൊക്കെ എത്തുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കേണ്ടതുകൊണ്ട് കാണികളോട് നേരത്തെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കണമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. 5:30-ക്ക് ശേഷം സമാപന ചടങ്ങുകൾ ഗ്രൗണ്ടിൽ ആരംഭിക്കും. ചെറിയ തോതിലുള്ള കലാപരിപാടികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിനുശേഷം കൃത്യം 6:50-ന് തന്നെ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. 7 മണിക്ക് തന്നെ കിക്ക് ഓഫ് നടത്തും. 8 ടീമിന്റെ ഉടമസ്ഥരും കൊച്ചിയിലേക്ക് എത്തുന്നു ആദ്യ ISL ഫൈനലിന് വേണ്ടി. കായിക പ്രേമികളും ഒപ്പം കളി ആരാധകരും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. സ്വന്തം മണ്ണിൽ സ്വന്തം കാണികളുടെ മുന്നിൽ കേരളം ആദ്യ കിരീടം ISL-ൽ സ്വന്തമാക്കുമെന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് തന്നെയാണ് അവർ നീങ്ങുന്നത്. അതും ആദ്യ സീസണിന്റെ ഫൈനലിൽ തങ്ങളെ തോൽപ്പിച്ച കൊൽക്കത്തയെ തോൽപ്പിക്കുമ്പോൾ തന്നെ അവർക്കതൊരു ഒരു പ്രതികാരത്തിന്റെ ഇരട്ടി മധുരവും കൂടി ഉണ്ടാകും ഇത്തവണത്തെ കിരീടത്തിൽ നേടാൻ കഴിഞ്ഞാൽ. കാരണം നമുക്കറിയാം ISL-ന്റെ പ്രഥമ സീസണിൽ കൊൽക്കത്തയോട് തോറ്റാണ് കേരളം അന്ന് ഫൈനലിൽ കേരളത്തിന് കിരീടം നഷ്ടമായത്. അന്ന് ഇഞ്ചോടിഞ്ചിന് നഷ്ടമായ കിരീടം ഇത്തവണ സ്വന്തം മണ്ണിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ നേടുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കൊച്ചിയിലേക്ക് ഒരു മഞ്ഞ കുപ്പായമിട്ട ആരാധകരുടെ ഒഴുക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത്രമാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു ജനസഞ്ചയം എന്ന് തന്നെ നമുക്ക് പറയാം. രാവിലെ മുതൽ വിവിധ സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ ഒരു കാണികളുടെ കൂട്ടങ്ങൾ എത്തുന്നു. അതിനുശേഷം അവർ പല സംഘങ്ങളായി കേന്ദ്രീകരിച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ടിക്കറ്റ് ഗേറ്റിലേക്ക് കടക്കാനുള്ള ക്യൂവിൽ എല്ലാവരും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വളരെ അച്ചടക്കത്തോടെ ആരവങ്ങളുണ്ട്, ആവേശമുണ്ട്. ഒപ്പം തന്നെ വളരെ അച്ചടക്കത്തോടെ തന്നെ അവർ നിൽക്കുന്നു. കാരണം കനത്ത പോലീസ് സുരക്ഷയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. VIP-കളെല്ലാം എത്തുന്നതിനാൽ ഒരുപാട് വലിയ സുരക്ഷയിൽ തന്നെയാണ് പോകുന്നത്. ഏകദേശം 2000-ഓളം പോലീസുകാരെ സ്റ്റേഡിയത്തിന് ചുറ്റും മാത്രം നിയോഗിച്ചിരിക്കുന്നു സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ആരവങ്ങൾക്ക് മുന്നിൽ എന്നും കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ആവേശമായ നിറ ഗാലറിയുടെ മുന്നിൽ കേരളത്തിന് മത്സരം ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ വലിയ ആരാധകരുടെ കൂട്ടമാണ് നമ്മുടെ പോകുന്നത്. ഈ ഒരു ആരവം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കാര്യത്തിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി കഴിയാം. എന്താണ് പറഞ്ഞത്? എത്ര ഗോളോ? ഗോളിലൊന്നുമല്ല, നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. 3 ഗോൾ ജയിക്കും. വിനീത് 2 ഗോൾ അടിക്കും. പിന്നെ ബെൽഫോർഡ് ഇത്തരത്തിൽ
കാഴ്ച. ഈ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു 2 ഇത്തരത്തിൽ വലിയ ആരവങ്ങളുടെ നടുവിൽ വലിയ വലിയ ജനക്കൂട്ടമാണ് ഇങ്ങനെ സ്റ്റേഡിയത്തിന് ചുറ്റും. അഞ്ജു, ഈ കാഴ്ചകൾ കണ്ടു കാണുമല്ലോ, എത്രമാത്രം ആവേശമുണ്ട് കൊച്ചിയിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം സ്റ്റേഡിയത്തിന്റെ തീർച്ചയായും എന്തായാലും ആവേശത്തിന്റെ കൊടുമുടിയിൽ തന്നെയാണ് ആരാധകർക്കും കിരീടത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല എന്ന് സ്റ്റീവ് കോപ്പലിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒടുവിലത്തെ തന്ത്രം അതെന്താകും എന്ന് തന്നെയല്ലേ ഏവരും കാത്തിരിക്കുന്നതും. ഹലോ മനു, കേൾക്കാമെങ്കിൽ എന്തായാലും ആവേശത്തിന്റെ കൊടുമുടിയിൽ തന്നെയാണ് ആരാധകർ കിരീടത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്ന് കോച്ച് സ്റ്റീവ് കോപ്പലിന് നന്നായി അറിയാം. അതുകൊണ്ട് ഒടുവിലത്തെ തന്ത്രം അത് ഏത് രീതിയിലാകും എന്ന് ആരാധകർ കാത്തിരിക്കുകയാണ്. അഞ്ജു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലൈനപ്പ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ തന്നെയാണ് യഥാർത്ഥ സൂപ്പർ താരമെന്ന് തന്നെ പറയാം. കാരണം ശരാശരിക്കാരുടെ സംഘമായ ഒരു ടീമിനെ കൊണ്ട് ISLന്റെ ഫൈനൽ വരെ എത്തിച്ച കോപ്പലിന്റെ തന്ത്രങ്ങൾക്ക് നമുക്ക് കൊടുക്കണം 100 മാർക്ക്. കാരണം നമുക്കറിയാം, ആദ്യ മത്സരം ജയിക്കാൻ ആദ്യ ഗോളിന് 4ാമത്തെ മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ഒരു ടീമാണ്. ആദ്യ 2 കളിയിൽ സമനിലയോടെ തുടങ്ങി ആദ്യ ഗോളടിക്കാൻ 4ാമത്തെ മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നു. അത്തരത്തിലുള്ള ഒരു ടീമിനെ, ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ഒരു ടീമിനെ മത്സരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് ഇപ്പോൾ 2ാം സ്ഥാനക്കാരായി 22 പോയിന്റോടെ ഫൈനലിലേക്ക് എത്തിച്ചും സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകന്റെ ഏറ്റവും മികച്ച മികവിനെ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം കൃത്യമായിട്ട് അറിയാം കോപ്പലിന്റെ തന്ത്രങ്ങളെ എങ്ങനെ ഏത് സമയത്ത് മൈതാനത്തെ തലകൊണ്ടളക്കുന്ന അപൂർവ മനുഷ്യനാണ് അദ്ദേഹം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ കളിയും നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും, എല്ലാ ഗോളുകളും വന്നിരിക്കുന്ന സെക്കൻഡ് ഹാഫിനാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ മറ്റു എതിർ ടീമിന്റെ കളി കണ്ടതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ അതിനനുസരിച്ച് വീണ്ടും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കോപ്പലിന്റെ ആ ഒരു ശൈലി, അതിന് കൊടുക്കണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കുകൾ. നമുക്ക് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ മികച്ച ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിരുന്ന ഹോസുവിനെ കോപ്പിലിറക്കിയത് ലെഫ്റ്റ് ബാക്ക്. അതോടെ അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചതോടെ ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ലെഫ്റ്റ് ബാക്കിനെ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം. മികച്ച സ്ട്രൈക്കറായ ബെൽഫോർട്ടിനെ വിങ്ങുകളിൽ ഇട്ടതോടെ മികച്ചൊരു വിങ്ങറെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം കണ്ടു. ഒപ്പം തന്നെ ഡിഫൻസീവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ CK വിനീതിനെ ചില സമയങ്ങളിൽ സ്ട്രൈക്കറാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ പരീക്ഷണങ്ങൾക്ക് യാതൊരു പഞ്ഞമില്ലാത്ത രീതിയിൽ തന്നെയാണ് കോപ്പൽ ടീമിനെ ഒരുക്കുന്നത്. എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പിച്ച് പറയും, കോപ്പലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ടീമിന്റെ പ്രതിരോധ മികവ് തന്നെയാണ്. പ്രത്യേകിച്ചും നായകൻ ആരോൺ ഹ്യൂസ്, ഒപ്പം തന്നെ സന്ദേശ് ജിങ്കാൻ അടക്കമുള്ളവർ ഇന്ന് ഹോസു ബ്രീറ്റോ സസ്പെൻഷനായി കളിക്കാത്തത് മൂലം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഒരുപക്ഷെ ഇന്ന് ആരെ കളിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ മലയാളിയായ റിനോ ആന്റോയിനെ കളിപ്പിക്കുമെന്ന കാര്യത്തിൽ ഇവിടെ എല്ലാവരും ഒന്നുപോലെ ചോദിക്കുന്ന കാര്യമാണ്. കാരണം റിനോ ആന്റോയോട് കളിക്കുകയാണെങ്കിൽ 2 മലയാളികളായിരിക്കും. CK വിനീതും റിനോ ആന്റോയും ഇറങ്ങുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ആദ്യ ISL ഫൈനലിൽ 2 മലയാളികൾ കൂടി കളിക്കുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് കാർഡിയോയിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റിനോ ആന്റോ ഉണ്ടാകില്ല. ഒപ്പം മിഡ്ഫീൽഡിൽ അഷ്റാഖ് മെഹമ്മദും ഒപ്പം തന്നെ മെഫ്ത ഹുസൈനും തന്നെയായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക. കേരളത്തിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് നമുക്കറിയാം മിഡ്ഫീൽഡ് തന്നെയാണ്. ആ ഒരു മിഡ്ഫീൽഡിലെ കാര്യങ്ങളൊക്കെ കോപ്പൽ എങ്ങനെ പരിഹരിക്കുമെന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നത് മത്സരത്തിന്റെ ഫലം. എങ്കിൽ പോലും അഞ്ജു, ഈ കാണികളുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒട്ടും പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രമാത്രമാണ് ഇവർ ഈ മത്സരത്തിന് നൽകുന്ന ഒരു പിന്തുണ, ഇവർ ഈ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. അതായത് 2 ദിവസത്തോളമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രെയിൻ കയറിയും ബസ് പിടിച്ചുമൊക്കെ ഇവിടെ പലരും എത്തിയിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. അതിൽ പലർക്കും ടിക്കറ്റ് കിട്ടാതെ മടങ്ങുന്ന കാഴ്ചകൾ കണ്ടു. പക്ഷേ അവരൊക്കെ എങ്കിൽ പോലും ഗ്രൗണ്ടിന് പുറത്ത് വലിയ സപ്പോർട്ടുമായി നിൽക്കുന്നു. നമുക്ക് സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി 58,000 59,000 അത് പക്ഷേ ഒരു 60,000-ഓളം എന്ന് അറിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ സ്റ്റേഡിയം ഫുൾ ഹൗസ് ആകും. മറ്റു ചില ലോകകപ്പിന്റെ ചില ഒരുക്കങ്ങൾ നടക്കുന്നതിനാൽ ചില ഭാഗങ്ങളിലേക്ക് കാണികൾക്ക് ഒരു ചെറിയ തോതിൽ പ്രവേശനം ഉണ്ടാകില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കെ തന്നെയാണ് ഈ ഒരു വലിയ ജനക്കൂട്ടം ഇങ്ങോട്ട് എത്തിയിരിക്കുന്നതെന്ന് വേണം പറയാം. വലിയൊരു, നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലിയ ആരവം, വലിയ ആവേശം ഈ സ്റ്റേഡിയത്തിന് ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 3:30-ക്ക് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടക്കാനുള്ള സമയം ആരംഭിക്കും. വിവിധ ഗേറ്റുകളിലേക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആളുകൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗേറ്റുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. അത്തരത്തിൽ വിവിധ ഗേറ്റുകളിലൂടെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് അല്പസമയത്തിനകം തന്നെ കാണികൾ പ്രവേശിച്ചു തുടങ്ങും, ആരാധകർ പ്രവേശിച്ചു തുടങ്ങും. അങ്ങനെ 5:30-യോടുകൂടി പ്രവേശനം പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 5:30-ക്ക് ശേഷം അവർക്ക് ചില സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം
അത്തരത്തിലൊരു സമയപരിധി പോലീസ് പറഞ്ഞിരിക്കുന്നത്. 5:30 കൂടിയായിരിക്കും VVIP അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തുക. സച്ചിൻ വരും, സൗരവ് ഗാംഗുലി വരും, പിന്നെ 8 ടീമിന്റെ ഓണേഴ്സ് വരും, മുകേഷ് അംബാനി, നിത അംബാനി, അമിതാഭ് ബച്ചൻ ഒക്കെ വരും. അങ്ങനെ ഒരു വലിയ താരനിരക്ക് കൂടി ഇവിടെ ആരാധകർ കാത്തിരിക്കുന്നു. അത്തരത്തിൽ വലിയ താരനിരക്ക് മുന്നിൽ കൂടിയായിരിക്കും മത്സരം നടക്കുന്നത്. ഈ ഫൈനലിൽ കൊച്ചിയുടെ ഒരു ആവേശത്തെ ഇരട്ടിക്കുന്നു, ഒപ്പം തന്നെ കേരളത്തിന്റെ ആവേശത്തെ ഇരട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ ജനക്കൂട്ടം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ISLന്റെ ഫൈനലിന് കൊച്ചിക്ക് വേദി നൽകാൻ സംഘാടക സമിതി തീരുമാനിച്ചതും. കാരണം ഇത്രയും ജനപിന്തുണ വേറെ ഒരിടത്തും ISLന് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രമാത്രം ജനങ്ങളാണ് ഇവിടെ ഓരോ നിമിഷവും മത്സരത്തിനും ഒപ്പം തന്നെ സ്വന്തം ടീമിനും ആശംസകളും സപ്പോർട്ടുമായി ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു. ഒരുപക്ഷെ ലോക ഫുട്ബോൾ വേദിയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. സ്വന്തം ടീമിന്റെ ജേഴ്സി അണിഞ്ഞ്, സ്വന്തം ടീമിന്റെ തൊപ്പിയും കാര്യങ്ങളൊക്കെ അണിഞ്ഞ് അത്തരത്തിൽ അവർ വലിയ ആവേശത്തോടെ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ നിരകളും കൊച്ചിയിലെ എല്ലാ വഴികളും സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. എവിടെ എത്തിയാലും മഞ്ഞക്കുപ്പായക്കാരെ മാത്രമാണ് കാണാനുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അങ്ങനെ സർവ്വവും ഒരു ബ്ലാസ്റ്റേഴ്സ് മയമാണ് കൊച്ചിയിൽ. ഈ ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ബ്ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബ്ലാസ്റ്റേഴ്സിന് ഈ കിരീടം നേടുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രതികാരത്തിന്റെ മധുരം കൂടിയാവുന്നത്. കാരണം ആദ്യ സീസണിൽ കേരളത്തെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത പ്രഥമ ISL ചാമ്പ്യന്മാരായത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷകളുടെ ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയൊക്കെ ഈ മത്സരത്തിന് പറയാനുണ്ട്. ഇതിനെയൊക്കെ വലിയ ആവേശത്തോടെ വളരെ ആരവത്തോടെ 7 മണിക്കുള്ള കിക്ക് ഓഫിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയവർ ചെറു സംഘങ്ങളായി ഒറ്റയ്ക്കും കൂട്ടമാക്കിയായി ഇങ്ങോട്ട് പിന്നീട് എത്തുകയായിരുന്നു. പിന്നീട് പോലീസിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് സ്റ്റേഡിയത്തിനടുത്ത് നിൽക്കാനായില്ല. അവരെയൊക്കെ ഇപ്പോഴാണ് പിന്നീട് എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് കറങ്ങിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വലിയ ഒഴുക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരാധകർ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ടിക്കറ്റ് ഉള്ളവരുണ്ട്, ടിക്കറ്റ് കിട്ടാത്തവരുണ്ട്. അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ വലിയ പിന്തുണയുമായി എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് കൊച്ചിയിൽ നിറയുന്നത്. കേരളത്തിന്റെ വലിയ ആവേശമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അഞ്ജു, ശരി. ISL അവസാന പോരാട്ടത്തിനായി കൊച്ചി വലിയ ആവേശത്തിൽ തന്നെയാണ്. വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3:30 തന്നെ പ്രവേശനം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 5:30 പ്രവേശനം തീർക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. ഒപ്പം വലിയ ഒരു താരനിര തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ട്. സച്ചിൻ, ഗാംഗുലി, അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ തുടങ്ങി വലിയൊരു താരനിര കൂടി സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടം കാണാനായി എത്തുന്നുണ്ട്. വിവരങ്ങളാണ് മനുഷ് നൽകിയത്. സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ ഓതിക്കൊടുത്ത തന്ത്രങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കടത്തിയത്. ആദ്യ ജയം നേടാൻ 4ാം മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കോപ്പലിന്റെ കീഴിൽ അത്ഭുതങ്ങൾ തീർക്കുകയായിരുന്നു. കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മജീഷ്യനാണ് സ്റ്റീവ് കോപ്പൽ. ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ടീമിനെ താഴെപ്പടിയിൽ നിന്ന് ഫൈനലിലേക്ക് കൈപിടിച്ചാണ് കോപ്പൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ തീർത്തത്. ശരാശരിക്കാരുടെ ഒരു സംഘത്തെ ഫൈനലിലെത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളാണ് സ്റ്റീവ് കോപ്പലിനെ ISLലെ തന്ത്രങ്ങളുടെ ആശാനാക്കിയത്. സൈഡ് ലൈനിനരികിൽ ശാന്തതയോടെ നിൽക്കുന്ന കോപ്പൽ തലകൊണ്ടായിരുന്നു മൈതാനത്തെ അളന്നത്. നിമിഷനേരങ്ങൾ മതിയായിരുന്നു കോപ്പൽ എന്ന പരിശീലകന് തന്ത്രങ്ങൾ മാറ്റിവരയ്ക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2ാം പകുതിയിലായിരുന്നു സ്റ്റീവ് കോപ്പലിലെ തന്ത്രശാലി പുറത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഗോളുകളും 2ാം പകുതികളിൽ പിറന്നത്. സ്പാനിഷ് താരം ഹോസുവിനെയും ബെൽഫോർട്ടിനെയും കോപ്പൽ ഉപയോഗിച്ച രീതി കണ്ടാലറിയാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ടീമിന്റെ ഘടനയെ മാറ്റിമറിച്ചതെന്ന്. മികച്ച വിംഗറായ ഹോസുവിനെ കോപ്പലിറക്കിയത് ഇടത് വിംഗ് ബാക്കായി. ഫലമോ ലീഗിലെ ഏറ്റവും മികച്ച ഇടത് വിംഗ് ബാക്കുകളിൽ ഒരാളായി ഹോസു മാറി. സ്ട്രൈക്കറായ കെവിൻ ബെൽഫോർട്ടിനെ വിംഗിൽ കളിപ്പിച്ചും കോപ്പൽ അത്ഭുതങ്ങൾ കാട്ടി. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ശൈലിയായ 4-4-2 രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ തവണയും കോപ്പലിറക്കിയത്. പ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഫ്ലാറ്റ് ശൈലിയിൽ ടീമിനെ നയിക്കാൻ കോപ്പലിനെ സഹായിച്ചത് കഠിനാധ്വാനികളായ ആരോൺ ഹ്യൂസും സിഡ്രിക് ഹെങ്ബട്ടുമാണ്. നിശബ്ദമായ വിപ്ലവം തീർത്ത സ്റ്റീവ് കോപ്പൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്റ്റാർ. ഫൈനലിലും കാത്തിരിക്കാം ആശാന്റെ പുതിയ അടവുകൾക്കായി. സ്പോർട്സ് ഡെസ്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയോടെയാണ് മലയാള താരം റിനോ ആന്റോയുടെ കുടുംബം കാത്തിരിക്കുന്നത്. ചരിത്ര നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ റിനോയും കളത്തിലിറങ്ങിയാൽ തൃശൂർ ഒല്ലൂക്കര ഗ്രാമത്തിന്റെ ആഹ്ലാദം 10 മടങ്ങാകും.
അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ റിനോ ആൻഡോ അഭിമാനമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ ഒല്ലൂക്കര ഗ്രാമം. നാട്ടുകാരുടെ ആഹ്ലാദത്തിനും ആവേശത്തിനുമപ്പുറം പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും സമ്മർദ്ദത്തിലാണ് റിനോയുടെ കുടുംബം. പ്രതിരോധ നിരയെ മുൻനിർത്തി കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനാവുമെന്നാണ് റിനോയുടെ അച്ഛൻ ആൻഡോയുടെ പ്രതീക്ഷ. CK വിനീതിനെ ഏതു തരത്തിൽ വിനിയോഗിക്കുന്നു എന്നതും കളിയിൽ നിർണായകമാവും. നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് അവന്റെ അത് അറിയണവർക്ക് അറിയുള്ളൂ. അതിപ്പോ ഒരു കാസറ്റിൽ കൂടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണുന്നതോ അല്ല. ചരിത്ര നിമിഷത്തിൽ റിനോയും പങ്കാളിയായാൽ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാകും. ഇറങ്ങിയാൽ നന്നായിട്ട് കളിക്കാൻ പറയാറുണ്ട്. ഇറങ്ങുന്ന ദിവസങ്ങൾ നന്നായി കളിക്ക്, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ടീം ജയിക്കട്ടെ എന്ന് പറയും. ഞാൻ ജയിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. AFC കപ്പിലെ നഷ്ടത്തിന്റെ പേരിൽ ഏറെ വിഷമിച്ചെങ്കിലും ISL ഫൈനലിൽ കളിക്കാനായാൽ അതിന്റെ വാശി പുറത്തെടുക്കാൻ റിനോ സജ്ജനാണെന്ന സഹോദരൻ ജോസഫ് ആൻഡോ പറയുന്നു. കളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ ടീമൊക്കെ സെറ്റായി. അപ്പോൾ കളിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടാവും ആർക്കായാലും. നാളത്തെ കളി കളിക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. ഉച്ചയ്ക്ക് ടീം മീറ്റിംഗിന് ശേഷമേ റിനോ കളത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയഗാന വിവാദത്തിൽ കമലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയഗാന വിവാദം വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. ഈ അസഹിഷ്ണുത ഇവിടെ നടപ്പില്ല. കമലിന് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പിണറായി വിജയൻ കോഴിക്കോട്ട് പറഞ്ഞു. കമലിന്റെ പേർ കമാലുദ്ദീൻ എന്നാണെന്ന് കേരളത്തിൽ പലരും അറിഞ്ഞതുപോലും സംഘപരിവാറുകാർ ആ പേര് അങ്ങനെ ഉച്ചരിച്ചപ്പോഴാണ്. പേരങ്ങനെ നീട്ടി പറഞ്ഞതിൽ വരെയുണ്ട് വർഗീയതയുടെ അസഹിഷ്ണുത. ഇത്തരം അസഹിഷ്ണുതകൾ ഇവിടെ പടർത്താമെന്ന് ആരും ധരിക്കേണ്ടതില്ല. കമലിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംഘപരിവാർ ഇറങ്ങേണ്ട ആവശ്യമില്ല. സംഘപരിവാറിനെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം കമലിനുമില്ല. രാജ്യത്ത് 500,000 രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനത്തിന് മാസങ്ങൾ മുൻപ് SBI മാസികയിൽ വന്നിരുന്നുവെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച് മന്ത്രി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അർദ്ധ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഇക്കോറാപ്പിന്റെ 2016 ഏപ്രിൽ 7 ലക്കത്തിലാണ് ഡിമോണറ്റൈസേഷനെ കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. രാജ്യത്തെ പ്രതിസന്ധിയിലെത്തി 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിക്കുന്നെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നോട്ട് പിൻവലിക്കലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായി എന്നതിന് പുതിയ തെളിവുകൾ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഇക്കോറാപ്പിൽ നോട്ട് പിൻവലിക്കലിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. 2016 നവംബർ 8-നാണ് നോട്ട് പിൻവലിച്ചതെങ്കിൽ 2016 ഏപ്രിൽ 7 ലക്കത്തിലാണ് ഇക്കോറാപ്പ് വരാൻ പോകുന്ന നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് കറൻസി ഇൻക്രീസ് ആൻഡ് ഡിമോണിറ്റൈസേഷൻ എന്ന ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നോട്ട് റദ്ദാക്കൽ നടപടി പരമരഹസ്യമായി സൂക്ഷിച്ച് നാടിന്റെ പുരോഗതിക്കായി നടപ്പിലാക്കിയെന്ന് പലരും പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയുമ്പോഴാണ് ഇത്തരമൊരു ലേഖനത്തെക്കുറിച്ച് ചർച്ച ഉയരുന്നത്. നവംബർ 8-ന് മുൻപ് ചിലയിടങ്ങളിൽ BJP നേതാക്കൾ പണം ഡെപ്പോസിറ്റ് ചെയ്തതിന്റെയും ഭൂമി ഇടപാട് നടത്തിയതിന്റെയും വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനം നേരത്തെ തന്നെ പുറത്തായി എന്ന് ചൂണ്ടിക്കാട്ടുന്ന ലേഖനവും. എന്നാൽ വരാൻ പോകുന്ന നോട്ട് പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തായി എന്നതിന് തെളിവാണ് ഇതെന്ന് ധനമന്ത്രി തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എന്തായാലും നോട്ട് പിൻവലിക്കൽ നടപടി നേരത്തെ തന്നെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക്. ഇന്ത്യൻ തപാൽ സർവീസിൽ ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകതകൾ ഏറെയാണ്. ഒരുപക്ഷെ ദൈവത്തിന് ഭക്തന്മാർ കത്തയക്കുന്ന ഏക സ്ഥലവും ഇതാവും. എന്തായാലും നോട്ട് പ്രതിസന്ധിയിൽ സന്നിധാനത്തെ തൊഴിലാളികൾക്ക് ആശ്രയം കൂടിയാണ് ഈ തപാൽ ഓഫീസ്. രാജ്യത്ത് ദൈവത്തിന് തപാലെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ ക്ഷേത്ര സന്നിധിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഏക തപാൽ ഓഫീസാണ് സന്നിധാനത്തേത്. രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്തോഷവും വേദനയും കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ തപാൽ ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും സന്നിധാനത്തെ തപാൽ ഓഫീസിനുണ്ട്. തീർത്ഥാടന കാലത്തെ 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. മകരവിളക്ക് സമയത്ത് 66 ദിവസം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം വർക്ക് ചെയ്യുന്ന ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പസ്വാമിയുടെ പേരിൽ മണിയുന്ന മണി ഓർഡറുകളും കത്തുകളും നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കറൻസി വിനിമയത്തിൽ നിന്നും സന്നിധാനത്തെ തൊഴിലാളികളെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നതും അയ്യപ്പ സന്നിധിയിലെ ഈ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. വീട്ടിലേക്ക് പണമയക്കാനും മറ്റും സന്നിധാനത്തെ തൊഴിലാളികളുടെ ഏക ആശ്രയവും ഇവിടെയാണ്.
രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, ശബരിമല. കയർ മേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് കയർഫെഡിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളുടെ യോഗം കൊല്ലത്ത് ചേർന്നു. കയർ തൊഴിലാളികളുടെ ജോലി ഉറപ്പാക്കുകയും കയർ കയറ്റുമതിയിൽ കേരളത്തിന്റെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കാനുമുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി. സംസ്ഥാനത്തെ 600ഓളം കയർ സൊസൈറ്റികളിൽ പാതി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതും പേരിന് മാത്രമെന്നാണ് കയർ വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കാൻ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരത്തിനും വിവിധ ജില്ലകളിൽ കയർ അപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗങ്ങൾ വിളിക്കുന്നത്. ലോകോത്തര ഗുണനിലവാരമുള്ള കേരള ബ്രാൻഡിന്റെ കയറിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും കയറ്റുമതി 10 നിന്ന് 90% ഉയർത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളുമായി കയർ വ്യാപാരത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞുവെന്ന് അപെക്സ് വൈസ് ചെയർമാൻ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. അതിന് സഹകരണ സംഘങ്ങളെ പ്രവർത്തിപ്പിക്കണം, അവിടെ തൊണ്ട് സംഭരിക്കണം. ഇന്നുള്ള തുടർന്നു വന്ന ഉൽപ്പാദന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. കിട്ടുന്ന കൂലി, തൊഴിലാളി കിട്ടുന്ന കൂലി വളരെ തുച്ഛമാണ്. ആ കൂലിക്ക് പുതിയ തലമുറയൊന്നും കടന്നു വരില്ല. അപ്പോൾ അവരുടെ കൂലി വർദ്ധിക്കണമെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അതിന് പഴയ പരമ്പരാഗത റാട്ട് കൊണ്ട് സാധിക്കില്ല. അതിന് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ഉള്ള റാട്ട് വിതരണം നടത്താനും സപ്ലൈ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. അതാണ് നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോളവൽക്കരണം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നത് നുണപ്രചരണം മാത്രമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുക മാത്രമാണ് പോംവഴിയെന്നും അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനാവുമെന്നും ആനത്തലവട്ടം ആനന്ദൻ ചൂണ്ടിക്കാട്ടി. വേറെ തൊഴിലുണ്ടാക്കി കൊടുത്ത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനൊന്നും പറ്റില്ല. അഭ്യസ്തരായ യുവതി യുവാക്കൾ ധാരാളമുള്ള നാടാണ് നമ്മുടെ നാട്. എന്ത് പണിയാണ് കൊടുക്കാൻ കഴിയുക? വിദേശ വ്യവസായങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരും, നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിലും ഒറ്റ വ്യവസായിയും വന്നൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായശാല പുതുതായി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇവിടെ ആളുകൾക്ക് നമ്മുടെ ഈ അസംസ്കൃത ഉൽപ്പന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. പുനരുദ്ധാരണ പാക്കേജിൽ ജീവനക്കാരുടെ ശമ്പള വർധനവ് ഉൾപ്പെടെ പരിഗണിച്ചേക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ആലപ്പുഴ മുതൽ കാസർഗോഡ്, കണ്ണൂർ വരെയുള്ള ജില്ലകളിലും അപെക്സ് മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം 2 ദിവസം പിന്നിട്ടു. തൊഴിലാളികളെ പട്ടിണിക്കിട്ട് മുതലാളിമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ലാഭമാക്കുന്നത് തടയുന്ന സ്ഥിതിയിലേക്ക് സമരരീതി മാറാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മുതലാളികൾക്കുണ്ടെന്ന് CITU നേതാവ് ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. 50 കേന്ദ്രങ്ങളുടെ മുമ്പിലേക്ക് നിരാഹാര സമരം വ്യാപിപ്പിച്ചു. മറ്റ് കശുവണ്ടി ഫാക്ടറികളിലേക്കും സമരം തുടങ്ങാനാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ തീരുമാനം. ബോധപൂർവം പൂട്ടിയിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തൊഴിലാളികളെ ഉപയോഗിച്ച് സമ്പന്നരായവർ ഇപ്പോൾ തൊഴിലാളികളെ തെരുവിൽ ഉപേക്ഷിച്ചെന്നും തോട്ടണ്ടി വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിച്ച് കോടികൾ കൊയ്യാൻ അനുവദിക്കാത്ത സമരമുറകൾ തൊഴിലാളികൾ സ്വീകരിക്കുമെന്നും ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. മുതലാളിമാർ തോട്ടണ്ടി വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതൊന്നും കുറേ കഴിഞ്ഞ് അനുവദിക്കപ്പെട്ടില്ല. തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് മുതലാളിമാർക്ക് ലാഭം കിട്ടുന്ന മാർഗം മാത്രം സ്വീകരിച്ചു പോയാൽ അത് കൂടുതൽ അസംതൃപ്തി ഉണ്ടാവും. ആ അസംതൃപ്തി വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേരും. തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ നോട്ട് പ്രശ്നം പറഞ്ഞ് കൂലി നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് CITU നേതാവ് എളമരം കരീം പറഞ്ഞു. വിവിധ സമരകേന്ദ്രങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നവർക്ക് അഭിവാദ്യം അർപ്പിച്ച് CITU നേതാക്കളായ ആനത്തലവട്ടം ആനന്ദനും എളമരം കരീമും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.